ഗവർണർക്കെതിരെ കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രതിഷേധം. ഗവർണറുടെ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതോടെ നേരിയ സംഘർഷമുണ്ടായി. പിന്നാലെ ജലപീരങ്കി പ്രയോഗിച്ചു. ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്ന് SFI നേതാക്കൾ ആരോപിച്ചു. SFIയുടെ പ്രതിഷേധം എന്തിനാണെന്ന് കമ്മീഷണറോട് ചോദിക്കണമെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. Protest going on. So what you want me to do? Sir, even with the huge protest, police arrested 0 SFI persons right now from the university. So what? So do you? No, what is my role? Why you are asking this question to me? Go and ask the police commissioner. How do I know? I am addressing a meeting. Yes, sir, but that was. You are not interested. Sir, please listen to me now. You have asked the question. You are not interested in an academic seminar. The number of people who are attending. You are always interested in disruptive activities. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, ഇന്ന് എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നത്? രാവിലെ കേരള സർവകലാശാലയിൽ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. SFIയുടെ പ്രതിഷേധമുണ്ടാകും എന്ന വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭ്യമായിരുന്നു. വലിയ പോലീസ് ബന്ദോബസ്ത് രാവിലെ മുതൽ അവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു. 11:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായിരുന്നില്ല. പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഗേറ്റ് പൂട്ടിക്കൊണ്ട് പോലീസ് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. ഗവർണർ സംസാരിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് SFIയുടെ പ്രതിഷേധം സർവകലാശാലയുടെ ആ ഗേറ്റിന് മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ പോലീസ് അത് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ആ ഗേറ്റിന് മുകളിലൂടെയും അതുപോലെ തന്നെ ഗേറ്റിന് ഇടയിലൂടെയും കടന്നുകൊണ്ട് ഗവർണറുടെ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിന് മുന്നിലെത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ആ വാതിലുകൾ പൂർണ്ണമായി അടച്ചിട്ടെങ്കിൽ അവിടെ ആ ഗേറ്റിൽ തട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ വാതിൽ തട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം SFIക്കാർ സംഘടിപ്പിച്ചു. വലിയ പ്രതിഷേധം ഉയർന്നു വന്നതോടെ SFIക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പോലീസ് നടത്തി. എങ്കിലും SFIക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായില്ല. പിന്നീട് ഗവർണർ ഇറങ്ങുന്ന സമയത്ത് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധം നമുക്ക് പിന്നീട് കാണാനും കഴിഞ്ഞില്ല. എന്തായാലും അതിൽ പോലീസിനെയാണ് ഗവർണർ കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം അങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം നമ്മൾ ഗവർണറുമായി. SFI സംസ്ഥാന അധ്യക്ഷൻ PM ആർഷോ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ആർഷോ, ഈ സമരം, ഈ പ്രതിഷേധം എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിങ്ങളുടെ ആലോചന? കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അത് ഒരു നിലയ്ക്കും പുറകോട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അതിശക്തമായിട്ടുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ വൈസ് ചാൻസലർമാരുടെ നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ഇതിനോടൊപ്പം ഇന്ന് ഞങ്ങൾ ഒരു സമരത്തിലേക്ക് കടന്നു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേരള സർവകലാശാല യൂണിയനെ 5 മാസത്തിനിപ്പുറവും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത നിലയിലേക്ക് ഇദ്ദേഹം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ഇന്ന് പുനരാരംഭിച്ചിട്ടുള്ളത്. അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. വിദ്യാർത്ഥികളുടെ തീരുമാനത്തിലുള്ള നിലപാടാണ്. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന്റെ സത്യപ്രതിജ്ഞ അനുവദിക്കണം. സർവകലാശാല യൂണിയനെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനൊരുക്കമല്ലാന്നുണ്ടെങ്കിൽ അതിശക്തമായി തന്നെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ശരി, നന്ദി ശ്രീ ആർഷോ പ്രതികരിച്ചതിന്. സൈഫ് തുടരുന്നുണ്ട്. സൈഫ്, ഇതിനകത്ത് ഈ സമരം ഇന്നിപ്പോൾ പുനരാരംഭിച്ചതിന്റെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ആർഷോ വിശദീകരിച്ചത്. SFI കുറെ കൂടി സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മുറയ്ക്ക് ഗവർണർ ഒപ്പം ചാൻസലർ ഇതിനോട് ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ഗവർണർ പറഞ്ഞത് കമ്മീഷണറോട് ചോദിക്കണം എന്തിനാണ് അവർ സമരം നടത്തുന്നതെന്നൊക്കെയാണ്. അപ്പോൾ ഇനിയും ഗവർണറുടെ പരിപാടികളുണ്ടാകും. SFI ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ, നേരത്തെ ഉണ്ടായൊരു ഏറ്റുമുട്ടൽ നമ്മുടെ മനസ്സിലുണ്ട്, അത് വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഇനി എന്തൊക്കെ കാണേണ്ടി വരും? നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകൾ വീണ്ടും കണ്ടാൽ അത്ഭുതപ്പെടാനില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേണ്ടതില്ല എന്ന നിലപാട് CPMന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് SFIക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും SFI തയ്യാറാകാൻ സാധ്യത കുറവാണ്. ക്യാമ്പസുകളിൽ ഗവർണർ പരിപാടികളുമായി വരികയാണെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ ഇനി കണ്ടാലും അത്ഭുതപ്പെടാനില്ല. ഗവർണർ ഇനി എന്ത് ചെയ്താലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM SFIക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം.
സൈഫുദ്ദീൻ. ശരി, സൈഫ് സൈനുൽ ആബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.